ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി ദുൽകിഫിലാണ്. സ്വാഗതം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രതീക്ഷിച്ചതിനപ്പുറം ഒരു മുന്നേറ്റം കൈവരിച്ചു. ഇപ്പൊ CPM സ്വാഭാവികമായും വളരെ പിന്നിലാണ്. അവർ പല ടെക്നിക്കുകൾ ഇറക്കും. ഈ പറയുന്ന പോലെ CPM വീട് വീടാന്തരം കയറി പ്രചരണം നടത്തുന്നുണ്ട്. അതിനൊക്കെ അപ്പുറം വേണമെങ്കിൽ KK ശൈലജയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി പോലും അവർക്ക് പ്രചരണം നടത്താം. അങ്ങനെ ഒരു പ്രചരണം ഉണ്ടായാൽ 110 സീറ്റ് എന്നാണ് LDF പറയുന്നത്. UDF പറയുന്നത് 100 സീറ്റുമായി തങ്ങൾ അധികാരത്തിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ VD സതീശൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന്. എന്താണ് ഈ പറയുന്ന പോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന് മറിച്ചൊരു ഫലം ഉണ്ടായാൽ VD സതീശൻ വനവാസത്തിന് പോകേണ്ടി വരില്ലേ? അല്ല, VD സതീശൻ വനവാസത്തിന് പോകേണ്ടി വരില്ല. അതേപോലെ തന്നെ CPM അധികാരത്തിൽ വരാനും പോകത്തില്ല. നമ്മൾ മനസ്സിലാക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പോലൊരു ജനാധിപത്യ പാർട്ടി, UDF പോലത്തെ ജനാധിപത്യ പാർട്ടി ജയിക്കണമെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളുണ്ട്. അതിന് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഞങ്ങൾ കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഭരണത്തിലില്ല എന്നതാണ്. സാമ്പത്തികം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സംഘടനാപരമായിട്ടുള്ള ചില പ്രയാസങ്ങൾ, ഇതൊക്കെ പരിഹരിച്ചിട്ടാണ് CPM പോലെയുള്ള ഒരു കേഡർ പാർട്ടിയോട് UDF എല്ലാ വർഗീയ പ്രചരണങ്ങളെയും സാമ്പത്തിക സംവിധാനത്തെയും ഭരണകൂട സംവിധാനത്തൊക്കെ മറികടന്ന് വലിയ വിജയിപ്പ് നേടിയത്. ഞങ്ങൾ നേരത്തെ പറഞ്ഞു 110 സീറ്റിൻ്റെ കാര്യം പറഞ്ഞു. തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം സ്വാഭാവികമായും ആ 110 മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. കാരണം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ 110 കിലോമീറ്റർ സ്പീഡിൽ എന്തായാലും പിണറായി വിജയൻ കണ്ണൂരിലേക്ക് ഓടേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. പിന്നെ ശൈലജ ടീച്ചറുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വടകരയിൽ 1,40,000 വോട്ടിന് തോറ്റ രാഷ്ട്രീയമാണ്. അതിൽ ഞങ്ങൾ കൃത്യമായിട്ട് അന്ന് പറഞ്ഞു, ഇത് കോവിഡ് കാലത്ത് അഴിമതി നടത്തിയതാണ്. PR വർക്കിൻ്റെ സഹായത്തോടു കൂടിയാണ് ശൈലജ ടീച്ചർ ഇമേജ് ഉണ്ടാക്കിയത് എന്ന്. അത് ജനങ്ങൾ സ്വീകരിക്കുകയും ശൈലജ ടീച്ചറെ തന്നെ ഷാഫി പറമ്പിൽ തോൽപ്പിക്കുകയും ചെയ്തതോടുകൂടി ആ ഒരു രാഷ്ട്രീയത്തിന് പ്രസക്തിയില്ല. ആ രാഷ്ട്രീയമാണല്ലോ കാരണം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ TP ചന്ദ്രശേഖരൻ്റെ വധത്തിന് ശേഷം, അതേപോലെ തന്നെ അതിനു മുമ്പ് പ്രിയപ്പെട്ട മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകരയിൽ വന്ന് വലിയ വിജയം കരസ്ഥമാക്കി CPMൻ്റെ കോട്ട തകർത്തതാണ്. ആ കോട്ട തിരിച്ചു പഠിക്കാനാണ് ശൈലജ ടീച്ചറെ കൊണ്ടുവന്നത്. ആ ശൈലജ ടീച്ചറെയാണ് UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കാഫിർ സ്ക്രീൻഷോട്ട് പോലെയുള്ള വർഗീയ രാഷ്ട്രീയ പ്രചരണത്തെ മറികടന്നുകൊണ്ട് വലിയ വിജയം അവിടെ കരസ്ഥമാക്കിയത്. അതുകൊണ്ട് ശൈലജ ടീച്ചറല്ല, ഇനിയിപ്പോൾ സാക്ഷാൽ MA ബേബി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വന്നാൽ പോലും കേരളത്തിൽ UDFന് ഒരു പ്രയാസവുമില്ല, പ്രതിസന്ധിയുമില്ല. കാരണം മറ്റൊന്നുമല്ല, കേരളത്തിൽ ഇത്രമാത്രം ദോഹിച്ച ഒരു ഗവൺമെൻറ്, ഇത്രമാത്രം വർഗീയ പ്രചരണം നടത്തിയ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം പാർട്ടി, അത് CPM ആണ്, LDF ആണ് എന്നതാണ്. ഇപ്പം ബിനോയ് വിശ്വം പറഞ്ഞത് ഇതെന്തൊരു സർക്കാരാണെന്നാണ് ചോദിച്ചത്. ഞങ്ങളാരുമല്ല ചോദിച്ചത്. അപ്പം ആ തരത്തിലേക്ക് ഈ LDF, ഇപ്പോൾ LDFൽ നിരന്തര പ്രശ്നങ്ങളാണ്. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷി വരുവോ പോവോ എന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ജോസ് കെ മാണി ഇപ്പോഴും ഞങ്ങൾ ധരിക്കുന്നത് അദ്ദേഹത്തിന് ഉറച്ചൊരു നിലപാട് ഈ സമയത്തുമില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു ശിഥിലീകരിച്ച ഒരു മുന്നണിയെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്, വീണ്ടും അധികാരത്തിൽ വരുമോ എന്നുള്ളത്. അപ്പോൾ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പരാജയപ്പെടുമെന്നുള്ള ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി എന്തെങ്കിലുമൊക്കെ കൺവെട്ട് വിദ്യ നടത്തി ജനങ്ങളെ വഞ്ചിക്കാൻ സാധിക്കുമോ എന്നാണ് അവർ പരീക്ഷിക്കുന്നത്. ആ പരീക്ഷണമൊന്നും കേരളത്തിലെ മതേതര മനസ്സ് അനുവദിക്കില്ല. ഈ ജനദ്രോഹ ഗവൺമെൻറ്റിനെതിരായി ശക്തമായ വിധിയെഴുത്ത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളെല്ലാം UDFനൊപ്പമായിരുന്നു. അപ്പോൾ ഇനി തങ്ങൾക്ക് ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തങ്ങൾക്ക് ഇനി ന്യൂനപക്ഷങ്ങളെ ഒപ്പം കൂട്ടുക അത്ര എളുപ്പമല്ല എന്ന് CPMനും LDFനും മനസ്സിലായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണോ എന്താണ് ഈ വർഗീയ പരാമർശങ്ങൾ, വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയത പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കൊണ്ടുപോകുന്നു, വെള്ളാപ്പള്ളി നടേശനെ തള്ളി പറയുന്നില്ല, AK ബാലൻ പറയുന്നു, ഈ പറയുന്ന പോലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറയുന്നു. അപ്പം ആ ഒരു തരത്തിൽ നോക്കുമ്പോൾ CPM വർഗീയ പാർട്ടിയായി മാറിയില്ല, അല്ലെങ്കിൽ വർഗീയത പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ വിജയിക്കാൻ കഴിയുമെന്നാണോ കരുതുന്നത്? അത് മാത്രമല്ല, UDF എവിടെയാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള മാത്രമുള്ള സ്ഥലങ്ങളാണ് ജയിച്ചത്. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. അല്ല, ന്യൂനപക്ഷങ്ങളെ ഒപ്പം കൂട്ടാൻ ഞാൻ പറഞ്ഞാൽ കേരളത്തിലെ ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാത്ത എല്ലാ ജനങ്ങളെയും ഒപ്പം കൂട്ടാൻ സാധിച്ചുകൊണ്ടാണ് വിജയിച്ചത്. ഇത്രയധികം പഞ്ചായത്ത് 500-ൽ പരം 585ഓളം പഞ്ചായത്തുകൾ വിജയിച്ചത്
ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൊണ്ട് മാത്രമാണ്. അതും കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മതേതര സ്വഭാവമുള്ള വിശ്വാസ സമൂഹത്തെയും അതേപോലെ തന്നെ മതമില്ലാത്തവരും മതമുള്ളവരൊക്കെ അപമാനിക്കുന്ന സ്റ്റേറ്റ്മെന്റാണ്. അതാണ് ഇപ്പം നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ജനദ്രോഹ ഗവൺമെന്റിനെതിരായിട്ടുള്ള ആ ശക്തമായ ജനവികാരമുള്ളവർക്ക് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യനെന്നോ ദളിതനെന്നോ വ്യത്യാസമില്ലാതെ വോട്ട് ചെയ്തുകൊണ്ടാണ് UDF ഈ വലിയ വിജയം കരസ്ഥമാക്കിയത്. അപ്പൊ ആ വിജയം കരസ്ഥമാക്കിയതിന് എറണാകുളം പോലത്തെയുള്ള സ്ഥലത്ത് ഇവർ പറയുന്ന ഒരു ന്യൂനപക്ഷം മാത്രമാണോ? ഈ കൊല്ലം എന്ന് പറയുന്ന ജില്ലയിൽ ന്യൂനപക്ഷം എന്ന് പറയുന്ന വിഭാഗം മാത്രം വോട്ട് ചെയ്തിട്ടാണോ ജയിച്ചത്? ആലപ്പുഴയിൽ അങ്ങനെയാണോ ജയിച്ചത്? അപ്പോൾ കേരളത്തിലെ 14 ജില്ലയിലും കോൺഗ്രസിനും UDFനും വലിയ ഭൂരിപക്ഷമാണ് കിട്ടിയത്. അപ്പൊ ആ ഭൂരിപക്ഷം കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും CPMന് അതിൻ്റെ വിജയത്തിൻ്റെ ഒരു തിളക്കം കുറക്കാൻ വേണ്ടി നടത്തുന്ന വ്യാജ കള്ളപ്രചരണമാണത്. ആ പ്രചരണം ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിൽ വീണ്ടും UDF ജയിക്കുകയും 19 20 ആവുകയും ചെയ്തത്. അപ്പം നമ്മളത് മനസ്സിലാക്കേണ്ടത് UDF വിജയിച്ചത് ഒരു വിഭാഗത്തിൻ്റെ മാത്രം വോട്ട് കൊണ്ടല്ല, എല്ലാ വിഭാഗത്തിൻ്റെ വോട്ടും UDFന് കിട്ടിയിട്ടുണ്ട്. അത് UDFന്റെ കൃത്യമായ നിലപാട് എന്ന് പറയുന്നത് ന്യൂനപക്ഷ വർഗീയതയോടും ഭൂരിപക്ഷ വർഗീയതയോടും ഒരേ സ്വരത്തിലാണ് ഇന്ന് കോൺഗ്രസും UDFും നിലപാട് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്തരത്തിലുള്ള നിലപാട് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. അതിനുള്ള ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ജനപിന്തുണയാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്ന വിജയം. ഈ പറയുന്ന പോലെ UDFിൽ നിന്ന് 20% സീറ്റ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സംസാരിക്കുന്ന സമയത്ത് ഷാഫി പറമ്പിൽ പറയുന്നുണ്ടായിരുന്നു, AK ആന്റണി ഇരുന്ന സദസ്സിൽ ഷാഫി പറയുന്നുണ്ടായിരുന്നു, ഈ പറയുന്നത് പോലെ പണ്ട് നിങ്ങൾ യൂത്ത് കോൺഗ്രസിൽ ഇരുന്ന കാലത്ത് ചോദിച്ച അത്ര സീറ്റേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ AK ആന്റണി പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഞങ്ങൾ ചോദിച്ച സീറ്റുകൾ എന്ന് പറയുന്നത് ഈ പുതുപ്പള്ളി പോലെ 3-ാം സ്ഥാനത്ത് കിടന്ന സീറ്റുകളാണ് ഞങ്ങൾ ചോദിച്ചത്. അപ്പം അത്തരത്തിലുള്ള സീറ്റുകൾ ഈ നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് ഏറ്റെടുക്കും, അല്ലെങ്കിൽ 3-ാം സ്ഥാനത്ത് വിജയിക്കാൻ ഒരു സാധ്യതയുമില്ല. പുതുപ്പള്ളിയൊക്കെ നമ്മൾ പറയുമ്പോൾ അങ്ങനെയാണല്ലോ, വിജയിക്കാൻ അന്ന് ഉമ്മൻചാണ്ടിക്ക് വിജയിക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു മണ്ഡലമായിരുന്നല്ലോ. അങ്ങനെയുള്ള ഒരു മണ്ഡലങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള മണ്ഡലങ്ങൾ ആ 20% സീറ്റിൽ ഏറ്റെടുക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാണോ? അല്ല, യൂത്ത് കോൺഗ്രസ് തയ്യാറാവണമല്ലോ. അതായത് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണമെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ വിജയിച്ചു വരണം. ആ സ്ഥലങ്ങളിലേക്ക് യൂത്ത് കോൺഗ്രസിനെ പരിഗണിച്ച് ആ തരത്തിലേക്ക് മുന്നോട്ട് പോകണം. ഞങ്ങളാരും ജയിക്കുന്ന സീറ്റിനെ കുറിച്ച് ഈ സമയം വരെ സംസാരിച്ചിട്ടില്ല. ഇതിപ്പോൾ ഞാൻ വരുന്ന ജില്ലയിലാണെങ്കിലും 20 വർഷമായിട്ട് കോൺഗ്രസിന് സീറ്റേ ഇല്ല. അപ്പോൾ അവിടെ ജയിക്കുന്ന സീറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്തരം സീറ്റുകളിൽ വിജയിച്ചു വരിക എന്നുള്ളത് തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ കർത്തവ്യം, യൂത്ത് കോൺഗ്രസിന്റെ കടമയും. ആ തരത്തിലേക്ക് മുന്നോട്ട് പോകണം. പിന്നെ അത് സാന്ദർഭികമായി ഷാഫി പറമ്പിൽ ഒരു പരിപാടിയിൽ MMSന്റെ ജീവിത ആത്മകഥയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഡോക്യുമെന്ററി പ്രകാശനത്തിൽ സ്വാഭാവികമായും ഷാഫി പറമ്പിൽ സൂചിപ്പിച്ചതാണ്. പക്ഷെ അത് AK ആന്റണി അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഞങ്ങൾക്ക് തന്ന ഒരു ഉപദേശമായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. കാരണം യൂത്ത് കോൺഗ്രസ് ചെയ്യേണ്ടത്, KSU ചെയ്യേണ്ടത് കോൺഗ്രസിന് ജനസ്വാധീനം നഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രവർത്തനമാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത് എന്നുള്ള ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഞങ്ങൾ അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അത്തരം സ്ഥലങ്ങളിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ പോയി മത്സരിക്കുകയും വിജയിക്കുകയും വരുമ്പോഴാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയവും അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് ഉയർത്തപ്പെടുന്ന രാഷ്ട്രീയവും ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസക്തി വീണ്ടും തിരിച്ചു കൊണ്ടുവരാനും സാധിക്കും എന്നുള്ള ഓർമ്മപ്പെടുത്തലും അതൊരു ഉപദേശവുമായിട്ടാണ്. ആ ഉപദേശത്തെ AK ആന്റണി നൽകിയ ആ ഉപദേശത്തെ പൂർണ്ണമായും ഞങ്ങൾ സ്വാഗതം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അത് ഞങ്ങൾക്ക് മുമ്പിൽ വെച്ച ഏറ്റവും വലിയ മാതൃകയാണ്. ശ്രീ AK ആന്റണി ചേർത്തലയിൽ മത്സരിക്കാൻ വരുമ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. അവിടെയാണ് ശ്രീ AK ആന്റണി മത്സരിച്ച് ജയിക്കുന്നത്. അപ്പോൾ ആ പുതുപ്പള്ളി ആയാലും ഇതേപോലെ CPMന്റെ കോട്ടയായിരുന്നു, അവിടെയാണ് ഉമ്മൻചാണ്ടി സാർ മത്സരിച്ച് ജയിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു സമീപനം, ആ ഒരു കാര്യം ശ്രീ AK ആന്റണി ഓർമ്മപ്പെടുത്തിയതിനോട് ഞങ്ങൾക്ക് യാതൊരു വിയോജിപ്പില്ല. അത് വളരെ സ്വാഗതം ചെയ്യേണ്ട കാര്യമാണ്. അത് ഓരോ യൂത്ത് കോൺഗ്രസ്സുകാരനും KSUക്കാരനും ആത്മവിമർശനത്തോടു കൂടി അതിനെ മറികടക്കാനും ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് വിജയിക്കുവാനുള്ള കൃത്യമായിട്ടുള്ള സ്പോർട്സ്മാൻ ചലഞ്ചാണ് ആ വിഷയത്തിൽ വേണ്ടതെന്നുള്ളതാണ്. അതൊരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇപ്പോൾ
2001 ശേഷം കോഴിക്കോട് നിന്ന് ഒരു MLA നിയമസഭയിലേക്ക് കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും കോഴിക്കോട് കോർപ്പറേഷൻ കോൺഗ്രസിന് അല്ലെങ്കിൽ UDF സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നിന്ന് ഒരു MLA, കോൺഗ്രസിന്റെ MLA നിയമസഭയിലേക്ക് എത്തുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങളിപ്പം മുന്നോട്ട് പോകുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഈ പറയുന്ന കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം നേടുന്ന ഒരു മന്ത്രിസഭയിൽ കൃത്യമായിട്ടുള്ള ഒരു അംഗബലം കോഴിക്കോട് നിന്ന് സംഭാവന ചെയ്യാൻ സാധിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് താങ്കൾ പറയുന്ന പോലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഭാഗത്ത് തന്നെ ചെറിയ വീഴ്ചകളും, പിന്നെ അത് മാത്രമല്ല അവിടെ CPM BJPക്ക് വേണ്ടി ഒരുക്കി കൊടുത്ത ചില രാഷ്ട്രീയ അന്തർധാരയുണ്ട്. പ്രത്യേകിച്ച് ചില വാർഡുകളിൽ 16,000 വോട്ടും ചില വാർഡുകളിൽ 5,000 വോട്ടും BJPക്ക് ജയിക്കാൻ, വളരെ സുന്ദരമായി ജയിക്കാനുള്ള സാഹചര്യമൊക്കെ ഒരുക്കി കൊടുത്തതിൻ്റെ ഒരു പരിണിത ഫലവും കൂടിയാണ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തോറ്റത്. അതുകൊണ്ട് അത് പൂർണ്ണമായും എന്താ പറയുക, അത് മാത്രമല്ല ഞങ്ങളെ വീഴ്ച ഞങ്ങൾ മറച്ചു വെക്കുന്നില്ല. പക്ഷേ CPM നടത്തിയ അന്തർധാര, BJPയുമായി ബന്ധപ്പെട്ടുള്ള അന്തർധാരയും ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് പരാജയത്തിന് ഒരു കാരണമാണ്. പക്ഷെ അതേ സ്ഥാനത്ത് പഞ്ചായത്തുകളിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്ത് ചരിത്രത്തിലാദ്യമായിട്ടാണ് UDF ജയിക്കുന്നത്. അപ്പോൾ ആ തരത്തിലേക്ക് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഏകദേശം 11ഓളം സീറ്റിൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ കണക്ക് പ്രകാരം ലീഡ് ചെയ്യുന്നുണ്ട്. അത് നിലനിർത്തി കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനനുസരിച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അത് സ്വാഭാവികമായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെയാണ് കോഴിക്കോടത്തെ കോൺഗ്രസ് അണികൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ പറഞ്ഞു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പരാജയത്തിന്റെ ഒരു കാര്യമായി പറഞ്ഞത് CPM BJP അന്തർധാരയാണ്. അങ്ങനെയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ അന്തർധാര നടന്നാൽ അത് കോൺഗ്രസിനും അല്ലെങ്കിൽ UDFനും തിരിച്ചടിയാകില്ലേ? അത് തിരിച്ചടിയാകാത്തത് കൊണ്ടാണല്ലോ ഞങ്ങൾക്ക് പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഭൂരിഭാഗം ജയിക്കാൻ സാധിച്ചത്. അല്ല, പറഞ്ഞല്ലോ കോർപ്പറേഷനിൽ അതൊരു കോർപ്പറേഷനിൽ അന്തർധാര ഉണ്ടാക്കിയിട്ടും ചെറിയ മാർജിനിൽ CPM അധികാരത്തിൽ വരാമെന്നല്ലാതെ അവിടെ മെയിനായിട്ടുണ്ടായിരുന്ന നോർത്ത് സീറ്റ് ഉൾപ്പെടെ ഞങ്ങൾ തന്നെയാണ് ലീഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ അന്തർധാര ഉണ്ടാക്കി അതിനെ മറികടന്ന രീതിയിലേക്ക് ജനങ്ങൾ ഞങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാണ്. പിന്നെ ഞങ്ങളത് ചെറിയൊരു വീഴ്ച സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ആ കോർപ്പറേഷൻ ഞങ്ങൾ ജയിക്കുമായിരുന്നു. അപ്പോൾ അതും കൂടി ആ ഒരു ചെറിയ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത്. CPM പറയുന്നു ഭരണവിരുദ്ധ വികാരമില്ല എന്ന്. ഇപ്പോഴും അവർ ആവർത്തിക്കുന്നതാണ് ഭരണവിരുദ്ധ വികാരമില്ല. പക്ഷെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അകത്ത് കിടക്കുന്ന അല്ലെങ്കിൽ ജയിൽ കിടക്കുന്ന പത്മകുമാറിനെ അടക്കം ഇവർ തള്ളി പറഞ്ഞിട്ടില്ല. ഇതെല്ലാം കോൺഗ്രസിന് അനുകൂലമാക്കാൻ കഴിയില്ലേ? 100%. അതിലെന്താ സംശയം? ശബരിമല വിഷയത്തിൽ CPM എടുക്കുന്ന ഇരട്ടത്താപ്പിനെ കുറിച്ച് എല്ലാ കുട്ടികൾക്കും അറിയാം. അതുകൊണ്ടാണല്ലോ ഒരു പാരഡി ഗാനത്തിന് പോലും എതിരായിട്ട് പോലും കേസെടുക്കുന്നൊരു സമീപനമാണല്ലോ പിന്നീട് അത് പിന്മാറേണ്ടി വന്നു. അപ്പോൾ അത് CPMനെ സംബന്ധിച്ചിടത്തോളം ശബരിമല തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. CPM അവിടെ 2 തരത്തിലെ വഞ്ചന കാണിച്ചിട്ടുണ്ട്. ഒന്ന്, CPM അന്ന് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവിടെ മതേതര പ്രസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്താൻ വേണ്ടി ഒരു സമീപനം സ്വീകരിച്ചു. ആ സമീപനം സ്വീകരിച്ചപ്പോൾ അത് കോൺഗ്രസിന് സമർത്ഥമായി നേരിടാനും അത് മറികടക്കാനും കോൺഗ്രസ് സാധിച്ചു. അവിടെ പിണറായി വിജയൻ കണ്ടത് BJPക്ക് 10 വോട്ട് കൂട്ടിയാലും കോൺഗ്രസിനെ തകർക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് അദ്ദേഹം കോടതി വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആത്മാർത്ഥമായ ഒരു സമീപനം സ്വീകരിച്ചെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്നാൽ കോടതിയിൽ അങ്ങനെ ഒരുപാട് വിധികൾ വന്നിട്ടുണ്ട്. ആ വിധികളൊന്നും നടപ്പിലാക്കിയ ഒരു ഗവൺമെൻറ് എന്നല്ല ഈ ഗവൺമെൻറ്. അപ്പോൾ അതുകൊണ്ട് അത് അദ്ദേഹം നടത്തിയതാണ്. പക്ഷേ ഇത് ആത്മാർത്ഥതയുള്ള പുരോഗമന നിലപാടാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസമുള്ള ആളുകളാണ് അത് തീരുമാനിക്കേണ്ടത്. പക്ഷെ എന്നിരുന്നാൽ പോലും ആണ് എന്ന് വിചാരിച്ച് അതിനനുസരിച്ച് ആ ധാരണയിൽ വനിതാ മതിൽ കെട്ടാൻ പോയവരെ വഞ്ചിക്കുന്ന ഒരു സമീപനമാണ് പിണറായി വിജയൻ സ്വീകരിച്ചത്. അപ്പോൾ ഇപ്പോൾ 2 കൂട്ടരെ വഞ്ചിച്ചിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഈ പറയുന്ന കപട ഈ മതേതരത്വവും അതേപോലെ തന്നെ ഈ പറയുന്ന കപട നവോത്ഥാനമൊക്കെ നിലപാട് സ്വീകരിച്ച പിണറായി വിജയൻ അതുമില്ല ഇതുമില്ല. ഇപ്പോൾ വിശ്വാസികളെ കൂടെയാണെന്ന് ഞങ്ങൾ പറയുന്നു, മറിച്ച് വിശ്വാസികളെ കൂടെയല്ല എന്നും പറയുന്നു. ഈ 2 തരത്തിലേക്കുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് CPM മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഇരട്ടത്താപ്പൊന്നും പണ്ടത്തേതുപോലെ ഫലിക്കില്ല എന്ന് മാത്രമല്ല
CPM പറയുന്നത് എല്ലാം അപ്പാടെ വിഴുങ്ങുന്ന CPMകാർ ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ധരിക്കുന്നത്, ഞങ്ങൾക്ക് ഈ ചരിത്ര വിജയം നേടിത്തന്നതിൽ CPMൽ ഒരു വിഭാഗം ആളുകൾക്ക് പങ്കുണ്ട്. അത് ആവർത്തിക്കും. അതുകൊണ്ടാണല്ലോ കണ്ണൂരും വടകരയിലൊക്കെ കോൺഗ്രസ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത്. UDFിൻ്റെ വോട്ട് കൊണ്ട് മാത്രമല്ലല്ലോ. അതിൻ്റെ ഒരു ആവർത്തനം ചരിത്രത്തിൽ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ സംഭവിച്ചു. അതിന് വീണ്ടും ആവർത്തിക്കാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നശിച്ചു പോകരുതെന്ന് വിശ്വസിക്കുന്ന ആ പാർട്ടിയിൽ തന്നെയുള്ള വലിയ ആളുകളുണ്ട്. അവർ ഈ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ വർഗീയ കുത്തക നിലപാട് സ്വീകരിക്കുന്ന, ബൂർഷ്വാ നിലപാട് സ്വീകരിക്കുന്ന ഈ CPMന്റെ രാഷ്ട്രീയത്തിനെതിരായി ശക്തമായ നിലപാട് അവർ സ്വീകരിക്കും.